ശ്രീമദ് ഭഗവത്ഗീത അർജുന വിഷാദയോഗം എന്ന 1-ാം അധ്യായത്തിലെ ആദ്യത്തെ 10 ശ്ലോകങ്ങളാണ് ഇന്നിവിടെ വിവരിക്കുന്നത്. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമാക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒത്തുകൂടിയിട്ട് എൻ്റെ ആൾക്കാരും പാണ്ഡവന്മാരും എന്തൊക്കെയാണ് ചെയ്തത്? മാമാക പാണ്ഡവാശ്ചൈക. ഈ പ്രയോഗം ശ്രദ്ധിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ യുദ്ധത്തിനൊരുങ്ങിയ കൗരവരും പാണ്ഡവരും ധൃതരാഷ്ട്രരെ സ്വന്തം ആൾക്കാർ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ദുര്യോധനാദികളെ മാത്രം എൻ്റെ ആൾക്കാരായി വിശേഷിപ്പിക്കുന്നു. പാണ്ഡവരെ അന്യരായിട്ടാണ് അദ്ദേഹം കാണുന്നതെന്ന് വ്യക്തം. ഭഗവത്ഗീതയിൽ ധൃതരാഷ്ട്രർക്കുള്ള പങ്ക് ഈ ഒരു ചോദ്യം ചോദിക്കുക മാത്രമാണ്. ധൃതരാഷ്ട്രരുടേതായി മറ്റൊരു വാക്കും ഇനി നാം ഗീതയിൽ കേൾക്കില്ല. സഞ്ജയ ഉവാച ദൃഷ്ടാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാവചനമബ്രവീത്. അപ്പോൾ ദുര്യോധന രാജാവ് അണിനിരന്ന് നിൽക്കുന്ന പാണ്ഡവപ്പടയെ കണ്ടിട്ട് ദ്രോണാചാര്യനെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു. പശ്യതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹദീഞ്ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. അല്ലയോ ആചാര്യ, ബുദ്ധിശാലിയും അങ്ങയുടെ ശിഷ്യനുമായ ദ്രുപദരാജപുത്രനാൽ വ്യൂഢം ചമച്ച് നിൽക്കപ്പെട്ട പാണ്ഡവരുടെ ഈ മഹാസൈന്യത്തെ കണ്ടാലും അത്ര ശൂര മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ ദൃഷ്ടകേതുശ്ചേകിതാനാം കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബശ്ച നരപുങ്കവാം യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവയേവ മഹാരഥ. ഈ പാണ്ഡവ സൈന്യത്തിൽ വലിയ വില്ലാളികളും യുദ്ധത്തിൽ ഭീമാർജുനന്മാർക്ക് തുല്യരുമായ ശൂരന്മാരുണ്ട്. യുയുധാനൻ, വിരാട രാജാവ്, മഹാരഥനായ ദ്രൗപദൻ, ദൃഷ്ടകേതു, ചേകിതാനൻ, വീര്യവാനായ കാശിരാജാവ്, പുരുജിത്ത്, കുന്തിഭോജൻ, മഹാശ്രേഷ്ഠനായ ശൈബ്യൻ, വിക്രമിയായ യുധാമന്യു, വീരനായ ഉത്തമൗജസ്, സുഭദ്രാതനയൻ അഭിമന്യു, പാഞ്ചാലിയുടെ പുത്രന്മാർ എന്നിവരെല്ലാമുണ്ട്. ഇവരെല്ലാം മഹാരഥന്മാരുമാകുന്നു. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധദ്വിജോത്തമ നായകാമമ സൈന്യസ്യ സംജാർത്തം താൻ ബ്രവീമി തേ. ഹേ ബ്രാഹ്മണശ്രേഷ്ഠനായ ആചാര്യ, എൻ്റെ സൈന്യത്തിൽ ഏതെല്ലാം നായകന്മാർ വിശിഷ്ടന്മാരായിട്ടുണ്ടോ അവരെക്കുറിച്ച് അങ്ങയുടെ അറിവിന് വേണ്ടി ഞാൻ പറയാം, കേട്ടുകൊണ്ടാലും. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിർജയദ്രഥ അന്യേ ച ബഹവഃ ശൂരാ മദർത്തേ ത്വക്തജീവിതാ നാനാശസ്ത്രപ്രഹരണാ സർവയുദ്ധവിശാരദാ. ഭവാനും ഭീഷ്മരും കർണനും ജയശാലിയായ കൃപരും അശ്വത്ഥാമാവും വികർണനും സോമദത്തപുത്രനും ജയദ്രഥനും ഉണ്ട്. കൂടാതെ എനിക്ക് വേണ്ടി ജീവൻ കളയാനൊരുക്കമുള്ളവരും പലവിധ ആയുധങ്ങൾ പ്രയോഗിക്കാൻ കഴിവുള്ളവരുമായി വേറെയും വളരെ ശൂരന്മാരുണ്ട്. അവരെല്ലാം യുദ്ധനിപുണന്മാരുമാകുന്നു. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്നതാണെങ്കിലും നമ്മുടെ സൈന്യം പാണ്ഡവന്മാരോട് യുദ്ധം ചെയ്യുവാൻ അസമർത്ഥരാണ്. ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന ഇവരുടെ സൈന്യമാകട്ടെ യുദ്ധത്തിന് സമർത്ഥവുമാണ്.